ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദനൻ രചനയും സംവിധാനവും നിർവഹിച്ച് ദിലീപ് നായകനായി എത്തുന്ന ചിത്രമാണ് തങ്കമണി. ചിത്രം 2024 മാർച്ച് 7 തിയേറ്ററുകളിലെത്തും എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗംഭീര വേഷമായിരിക്കും തങ്കമണിയിലേത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. 1989 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. അജ്മൽ അമീർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, കോട്ടയം രമേശ്, മേജർ രവി, സന്തോഷ് കീഴാറ്റൂർ, തൊമ്മൻ മാങ്കുവ, രമ്യ പണിക്കർ, മുക്ത, ശിവകാമി എന്നിവരും കൂടാതെ തമിഴ് താരങ്ങളായ ജോൺ വിജയ്, സമ്പത്ത് റാം എന്നിവരും ഉൾപ്പെടെ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ദിലീപിന്റെ അഭിനയ ജീവിതത്തിലെ 148ാമത്തെ ചിത്രമായ തങ്കമണി ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത്. സൂപ്പർഹുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരി, ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദിര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നീതാപിള്ള, പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാർ. ചിത്രത്തിന് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ 4 മികച്ച ഫൈറ്റ് മാസ്റ്റേഴ്സുമാരാണ്. രജനികാന്തിന്റെ ജയിലറിന് ഫൈറ്റ് ഒരുക്കിയ സ്റ്റണ്ട് ശിവയും, ടൊവിനോയുടെ തല്ലുമാലയ്ക്കും അജിത്തിന്റെ തുനുവിനും ഫൈറ്റ് ഒരുക്കിയ സുപ്രീം സുന്ദറും, പൃഥ്വിരാജ് ബിജുമേനോൻ കൂട്ടുകെട്ടിലെ അയ്യപ്പനും കോശിക്കും അജിത്തിന്റെ ബില്ലയ്ക്കും ഫൈറ്റ് ഒരുക്കിയ രാജശേഖറും, പിന്നെ മലയാളത്തിന്റെ സ്വന്തം ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശിയും ചേർന്നാണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്കമണി തിയേറ്ററുകളിൽ വിസ്മയ കാഴ്ചയാവുമെന്ന് ഉറപ്പിക്കാം. തങ്കമണിയെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. ഛായാഗ്രഹണം മനോജ് പിള്ള, എഡിറ്റിംഗ് ശ്യാം ശശിധർ, സംഗീതം വില്യം ഫ്രാൻസിസ് എന്നിവർ ചേർന്നാണ് നിർവഹിക്കുന്നത്. 1986 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമത്തിൽ ഉൾപ്പെടുന്ന തങ്കമണിയിലുണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിലെ നിരവധി പുരുഷന്മാരെ പോലീസുകാർ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും തോക്കെടുക്കേണ്ട അവസ്ഥ വന്നതായും കരുതപ്പെടുന്ന സംഭവമാണ് തങ്കമണി സംഭവം എന്നറിയപ്പെടുന്നത്. അക്കാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന കരുണാകരൻ മന്ത്രിസഭയുടെ രാജിക്ക് ഈ സംഭവം വഴിയൊരുക്കി. തങ്കമണി സംഭവം ആദ്യമായല്ല വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. 1987 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്ന ചിത്രമാണ് തങ്കമണി വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട മലയാള സിനിമ. ഇപ്പോൾ വീണ്ടും സംഭവം ബിഗ് സ്ക്രീനിൽ എത്തിക്കുകയാണ് രതീഷ് രഘുനന്ദനൻ. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിന്റെ ഓർമ്മകൾ വീണ്ടും ഉണർത്തുന്നതാണ് ഈ ദിലീപ് ചിത്രം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.